ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്ത് രീതിയിലുള്ള ആക്രമണ പദ്ധതി ഉണ്ടായാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാൻ കൃത്യമായി തീരുമാനിച്ചിരിക്കുന്നത്. പ്രോക്സി ഗ്രൂപ്പുകൾ എല്ലാ തരത്തിലും ഇറാനോടൊപ്പം തന്നെ നിന്ന് ഇസ്രായേലിന്റെ സർവനാശത്തിന് വേണ്ടി തന്നെ പരിശ്രമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് കാരണമാകുന്നത് നിലവിലെ ഭരണകൂടമാണ്. ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്കോ അതല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ഏതെങ്കിലും രാജ്യമോ നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. യൂറോപ്യൻ യൂണിയൻ പല കാര്യങ്ങളിലും മധ്യസ്ഥ ചർച്ച വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏറ്റെടുക്കാൻ, അത് മുൻകൈ എടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. ഇവിടെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വന്നിരിക്കുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രവും അവരുടെ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട് US നടത്താനിരുന്ന പല കാര്യങ്ങളിലും ഇറാൻ മെല്ലെപ്പൊക്ക് നയമാണ് തുടരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പുതിയ കരാറിലേക്ക് US എത്തിച്ചേരാൻ അവർക്ക് വലിയ രീതിയിലുള്ള വിമുഖതയുണ്ട്. അവരെ ആക്രമിച്ചതിന് ശേഷം, അവരെ ഏകപക്ഷീയമായി ആക്രമിച്ച് ഒരു മുൻകരുതലും ഇല്ലാതെ അവരെ തകർക്കാൻ ശ്രമിച്ചവരോട് ഒരു രീതിയിലും വിട്ടുവീഴ്ച, ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് വേണ്ട എന്നുള്ള ചർച്ചയിലേക്കാണ് നീങ്ങുന്നത്. ഇത്രയേറെ മനുഷ്യജീവൻ, 400-ലധികം പേരുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ഒരിക്കലും അവരെ വിട്ടുകൂടാ. ആണവ ശാസ്ത്രജ്ഞന്മാർ ഇറാനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായിരുന്നു. അവരുടെ നാശമുണ്ടാക്കുന്നതിന് കാരണമായ, അവരെ ഭീകരർക്ക് തുല്യമായി മുദ്ര കുത്തിയവരോട് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഖാസിം സോലമൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക അട്ടഹസിക്കുകയാണ് ചെയ്തത്. അന്ന് വിലാപയാത്ര നടത്തിക്കൊണ്ട് അന്ന് ഖമനേയി പറഞ്ഞത് ഇറാൻ അമേരിക്കയ്ക്ക് മരണം കൊടുക്കുന്ന രീതിയിലേക്ക് നിർണായക നീക്കങ്ങൾ പലതും നടത്താൻ കഴിയും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയുമായി. എന്നിട്ട് അമേരിക്ക ഇറാനോട് സ്വീകരിക്കുന്ന നയങ്ങൾ, എണ്ണ ഉപരോധത്തിൽ തുടങ്ങി നിരവധിയായ മേഖലയിൽ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ, അത് പരമാവധി സഹിച്ചു കഴിയുകയാണ്. എന്നാൽ കടന്നാക്രമിച്ചവരോട് ഇനി എന്ത് സന്ധിയാണ്? ഇനി എന്ത് ന്യൂക്ലിയർ ഡീൽ? എല്ലാം കഴിഞ്ഞില്ലേ? കാരണം ഒടിച്ചു കഴിഞ്ഞിരിക്കുന്നു, കോലൊടിച്ചിട്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി സ്വപ്നങ്ങളിൽ മാത്രമേ ഇറാനുമായി ഒരു കരാറിലേക്ക് എന്ന ആഗ്രഹം നടക്കുകയുള്ളൂ. ഇറാൻ പോയി പണി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തും, വേണ്ടി വന്നാൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കും, അത് ഞങ്ങളുടെ അവകാശമാണ്. അതിന് പരിപൂർണമായ കരുത്തേകാൻ റഷ്യ എന്ന രാജ്യവും ചൈനയുടെ പിന്തുണയും മതി. സുരക്ഷാ സമിതിയിൽ വീറ്റോ പവറുള്ള 2 രാജ്യങ്ങൾ, അവരെ മറികടന്നുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ അതൊക്കെ കാണിച്ചു കൂട്ട് എന്ന് ട്രംപിനോട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഖമനേയി. എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഏകപക്ഷീയമായി ഫലസ്തീനുകാരെ ആക്രമിക്കുന്നത് പോലെ, ഗാസയിൽ നടത്തുന്ന പോലെ ഇവിടെ കയറി ചൊറിയാമെന്ന് വിചാരിച്ചു. ഗാസയിലെ പട്ടിണിപ്പാവങ്ങളോട്, അഷ്ടിക്ക് വകയില്ലാത്തവരോട് കാണിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ ഭാഷ ഇറാനോട് കാണിച്ചപ്പോഴാണ് ഇസ്രായേലിന് കണക്കിന് കിട്ടിയത്.